ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ബീമാ സഖി യോജനയിലൂടെ രാജ്യത്തെ സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരതയും ഇൻഷുറൻസ് അവബോധവും ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്ന പിഎം പോഷൺ പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സിറിയൻ അഭയാർത്ഥികളുടെ അപേക്ഷകൾ പരിഗണിക്കുന്നത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചതായി യൂറോപ്യൻ രാജ്യങ്ങൾ. ഏഴിമല നാവിക അക്കാദമിയിൽ അഡ്മിറൽ കപ്പ് പായ്വഞ്ചിയോട്ട മത്സരങ്ങൾ ഇന്ന്. ഒമാനിൽ നടക്കുന്ന ഏഷ്യ കപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ മലേഷ്യയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മെച്ചപ്പെട്ട ഭാവി സൃഷ്ടിക്കാൻ വ്യക്തികളെയും സമൂഹങ്ങളെയും ശാക്തീകരിക്കുന്നതിനുള്ള ഉപാധിയായാണ് മനുഷ്യാവകാശം എന്നതാണ് ഈ പ്രമേയം അർത്ഥമാക്കുന്നത്. മനുഷ്യാവകാശ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ദിനാചരണത്തിന് ശേഷം മാനസിക ക്ഷേമത്തെക്കുറിച്ചുള്ള ദേശീയ കോൺഫറൻസും നടക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചു. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് 23 ലക്ഷത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായവർക്ക് ആശ്വാസമായി 256 കോടി രൂപ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. മനുഷ്യാവകാശ ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KM ജോസഫ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മനുഷ്യാവകാശ പ്രതിജ്ഞയെടുക്കും. ഇന്ത്യയുടെ സർവ്വഭവന്തു സുഖിന എന്ന ചിന്ത അടിസ്ഥാനമാക്കി ഓരോ വ്യക്തിയും മാനുഷിക അവകാശങ്ങൾക്കായി നിലകൊള്ളണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി. മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് അവർ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീമതി വിജയഭാരതി പറഞ്ഞു. ബീമാ സഖി യോജനയിലൂടെ രാജ്യത്തെ സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരതയും ഇൻഷുറൻസ് അവബോധവും ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിയാനയിലെ പാനിപ്പത്തിൽ ബീമാ സഖി യോജനയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഉൾപ്പെടെ 10 വർഷത്തിനിടെ രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിനായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. ഗ്രാമങ്ങളിലേക്ക് ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. कुछ साल पहले मुझे यहाँ पानीपत से बेटी बचाओ बेटी पढ़ाओ अभियान शुरू करने का सौभाग्य मिला था. इसका सकारात्मक प्रभाव हरियाणा के साथ साथ पूरे देश में हुआ. अब 10 साल बाद इसी पानीपत की धरती से बहनों बेटियों के लिए बीमा सखी योजना का शुभारंभ हुआ है. यानी हमारा पानीपत एक प्रकार से नारी शक्ति की प्रतीक भूमि बन गया है. ബീമാ സഖി യോജന പ്രകാരം 10ാം ക്ലാസ് പാസ്സായ 18 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ആദ്യ 3 വർഷത്തേക്ക് പ്രത്യേക പരിശീലനവും സ്റ്റൈഫൻഡും നൽകും. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബീമാ സഖി യോജനയ്ക്ക് കീഴിൽ 3 വർഷത്തിനുള്ളിൽ 2 ലക്ഷത്തിലധികം സ്ത്രീകളെ നിയമിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. 10वीं पास किए हुए महिलाओं को LIC रिक्रूटमेंट के द्वारा एजेंट के नाम में महिला बीमा सखी के नाम में उनको रिक्रूट करते हुए उनको एक स्टाइफंड भी देंगे. पहले साल हर महीना 7,000 रुपया, फिर अगले साल हर महीना 6,000 रुपया होते हुए तीसरी साल हर महीने 5,000 रुपया हर महीना हर महिला को मिलेगा. ദേശീയ തലസ്ഥാനവും ഉത്തർപ്രദേശും തമ്മിൽ വ്യോമമാർഗം ബന്ധിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ നിർമ്മാണത്തിലിരിക്കുന്ന നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മികച്ച അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുന്നതിന് സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു.
പ്രധാൻമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി വഴി ലഭ്യമാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്കായുള്ള ചെലവ് 13.70% വർദ്ധിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. പ്രൈമറി, ബാലവാടിക ക്ലാസുകൾക്ക് ചെലവ് 5 രൂപ 45 പൈസയിൽ നിന്ന് 6 രൂപ 19 പൈസയായും അപ്പർ പ്രൈമറി ക്ലാസുകൾക്ക് 8 രൂപ 17 പൈസയിൽ നിന്ന് 9 രൂപ 29 പൈസയായും ഉയർത്തിയിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഈ മാസം 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇതിനായി വരുന്ന 425 കോടി രൂപയുടെ അധിക ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കും. സിറിയയുടെ ഐക്യം, പരമാധികാരം, അതിർത്തി എന്നിവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. സിറിയയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും മുഴുവൻ ജനങ്ങളുടെയും അഭിലാഷത്തെ മാനിച്ചുകൊണ്ടുള്ള സമാധാനപരമായ രാഷ്ട്രീയ വികസനമാണ് ഇന്ത്യ പിന്താങ്ങുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സിറിയൻ അഭയാർത്ഥികളുടെ അപേക്ഷകൾ പരിഗണിക്കുന്നത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചതായി യൂറോപ്യൻ രാജ്യങ്ങൾ. സിറിയൻ തലസ്ഥാനം വിമതർ പിടിച്ചെടുക്കുകയും 13 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം പ്രസിഡന്റ് ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്തതിന്റെയും പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. സിറിയയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ വ്യക്തത വന്നതിന് ശേഷം മാത്രം അപേക്ഷകളിൽ തീരുമാനമെടുക്കുമെന്ന് ജർമ്മനി അറിയിച്ചു. സിറിയയിലെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണെന്ന് ബ്രിട്ടൻ പ്രതികരിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രിയും ഇന്ത്യ റഷ്യ സൈനിക സഹകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ 21ാമത് യോഗത്തിൽ ഇന്ന് അധ്യക്ഷത വഹിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം അവലോകനം ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഞായറാഴ്ചയാണ് ശ്രീ രാജ്നാഥ് സിംഗ് റഷ്യയിലെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന SM കൃഷ്ണ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ബംഗളൂരുവിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം. 2004 മുതൽ 2008 വരെ മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. 2023 പത്മ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സമുദ്ര സുരക്ഷ തുടങ്ങിയവയിൽ ബഹ്റൈനുമായുള്ള സഹകരണം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. മനാമയിൽ നടന്ന 4ാമത് ഇന്ത്യ ബഹ്റൈൻ ഹൈ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിയുമായി ബന്ധിപ്പിക്കുന്നതിന് മികച്ച 500 കമ്പനികളെ കണ്ടെത്തിയതായി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി CSR ചെലവ് അടിസ്ഥാനമാക്കിയാണ് കമ്പനികളെ തെരഞ്ഞെടുത്തതെന്ന് മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചു. വിവിധ ബറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടക്കും. തിരുവനന്തപുരം പേരൂർക്കട SAP ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിക്കും. കേരളത്തിലെ 31 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ അഡ്മിറൽ കപ്പ് പായ്വഞ്ചിയോട്ട മത്സരങ്ങൾ ഇന്ന്. ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങി 25 വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 28 ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഒമാനിൽ നടക്കുന്ന ഏഷ്യ കപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ജയം. മലേഷ്യയെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. മത്സര ചരിത്രത്തിൽ മലേഷ്യയ്ക്കെതിരെ ഇന്ത്യയുടെ തുടർച്ചയായ 3ാം ജയമാണിത്. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. കേൾവി പരിമിതരുടെ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ഉജ്ജ്വല വിജയം നേടി ഇന്ത്യൻ ടീം. ശ്രീലങ്കയ്ക്കെതിരെ ഈ മാസം 2 മുതൽ 8 വരെ ഡൽഹിയിൽ നടന്ന മത്സരം 5-0 ഇന്ത്യ സ്വന്തമാക്കിയത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 12ാം മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡി ലിറനോട് പരാജയപ്പെട്ടു. ഇതോടെ ഇരുവരും 6 പോയിന്റുകളുമായി ഒപ്പത്തിനൊപ്പമെത്തി. ചാമ്പ്യൻഷിപ്പിൽ ഇനി 2 മത്സരങ്ങളാണ് ഉള്ളത്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ. വിവിധയിടങ്ങളിൽ നിന്നായി 10,000 ഗുരുവായൂരിലെത്തും. ഏകാദശി ദിവസത്തെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള കിഴക്കോട്ടെഴുന്നള്ളിപ്പ് രാവിലെ 6:30 പുറപ്പെടും. ആനയെ പങ്കെടുപ്പിച്ചാകും നാളെ എഴുന്നള്ളിപ്പ്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് സെല്ലും ഡെലിഗേറ്റ് പാസ് വിതരണവും തിരുവനന്തപുരം ടാഗോർ ഹാളിൽ മന്ത്രി സജി ചെറിയാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു മുഖ്യാതിഥിയാകും. ബീമാ സഖി യോജനയിലൂടെ രാജ്യത്തെ സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരതയും ഇൻഷുറൻസ് അവബോധവും ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്ന PM പോഷൺ പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സിറിയൻ അഭയാർത്ഥികളുടെ അപേക്ഷകൾ പരിഗണിക്കുന്നത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചതായി യൂറോപ്യൻ രാജ്യങ്ങൾ. ഏഴിമല നാവിക അക്കാദമിയിൽ അഡ്മിറൽ കപ്പ് പായ്വഞ്ചിയോട്ട മത്സരങ്ങൾ ഇന്ന്. ഒമാനിൽ നടക്കുന്ന ഏഷ്യ കപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ മലേഷ്യയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.